നമ്മൾ GPS യൂണിറ്റ് വെച്ച് നോക്കുമ്പോ നമ്മൾ ആ സ്ഥലത്ത് തന്നെ എത്തിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ അങ്കിൾ? വിജ്ഞാനം തൂക്കി എറിയടാ, ഇതിന് ഈ ക്യാരറ്റ് മാത്രം മതിയടാ. അല്ല, ഈ സ്ഥലത്ത് എവിടെയാണ് ആ മന്ത്രശക്തി ഉള്ള മുയല്? തീർച്ചയായിട്ടും ഇതുപോലത്തെ പൊന്തേനകത്തായിരിക്കും ഒളിച്ചിരിക്കുക. ജൂലി ഒന്ന് നിൽക്കും, ഞാൻ തന്നെ പറയാം. നീ ഹോട്ടലിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് പറയാൻ പോയ. അല്ല ജൂലി, അത് മുയൽ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊന്നും അല്ല. എന്താ ഇത്, ഡേഞ്ചറിന് ഇട്ടിട്ടുണ്ടല്ലോ. ജാക്കി, എന്തെങ്കിലും ചെയ്യ്. ഇതെ പിടിക്ക്. മായാവിക്ക് അതിവേഗതയുടെ മന്ത്രശക്തി വേണം ചാൻ. അതിന് നീ ഇപ്പൊ തന്നെ മുയലിനെ കൊടുക്കുന്ന നല്ലത്. അയ്യോ, ഇതുവരെ ഞങ്ങൾ അത് കണ്ടുപിടിച്ചിട്ടില്ല. കള്ളമാണോ പറയുന്നത്? ജൂലി, കുട്ടപ്പ, ഓ താങ്ക് യു, വളരെ കഷ്ടപ്പെട്ടാ പിടിച്ചത്. ജൂലി വേഗം വാ. നിനക്ക് ഞാൻ എന്റെ കഴിവ് കാണിച്ചു തരാവടാ. കിളവച്ചാരി കുഴിക്കകത്ത് വീണു. ജാക്കി, ഇവിടെ മര്യാദക്ക് ഇരിക്ക്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. എന്നോട് എതിർത്താൽ അവൻ ആരായിരുന്നാലും അവസാനം ഇതായിരിക്കും അവന്റെ ഗതി. ഞാൻ പുറത്തു പോയിക്കാം. ഇവിടാണോ ആ മുയൽ കുഞ്ഞിനെ നീ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. ഓ കരടിക്കുട്ടി, നിന്റെയാണോ? നല്ല കളറ്. എന്തിനാണ് നീ പേടിക്കുന്നത്? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂടാ. വേഗം വാ അങ്കിൾ. നമ്മൾ അന്വേഷിച്ചു വന്ന മുയൽ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സിലിരുന്ന ഒരു പക്ഷി പറയുന്ന അങ്കിൾ. ഏത് വിധത്തിലുള്ള ജന്മങ്ങളാണോ ഇതൊക്കെ? മാനായിരിക്കോ? അല്ലല്ല, ഇതെല്ലാം മുയലാ. ഏത് നാട്ടിലാടാ മുയലിന് കൊമ്പുള്ളത്? ഹലോ, എല്ലാവർക്കും സുഖം തന്നെയാണോ? നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ ഈ നാട്ടിൽ പുതിയതാണെന്ന്. നിങ്ങൾക്ക് സ്വാഗതം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇതിന് ശക്തിയില്ല. എന്റെ ക്യാരറ്റ് വേസ്റ്റ് ആയല്ലോ. സാർ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു പ്രധാനപ്പെട്ട മുയലിനെ ഞങ്ങൾക്ക് എത്രയും വേഗം കണ്ടുപിടിക്കണം സാർ. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഉള്ള എല്ലാ മുയലിനും കൊമ്പുകളുണ്ട്. സാർ, അതെനിക്ക് നന്നായിട്ടറിയാം. ഈ മുയലിനെല്ലാം തമാശക്ക് കൊമ്പ് കെട്ടി വെച്ചേക്കുന്നതല്ലേ സാറേ? അങ്ങനൊന്നും അല്ല. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മുയലിനും സത്യത്തിൽ കൊമ്പുണ്ട്. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെ നല്ല അടി കിട്ടും. ജൂലി, ആ മായാവിയുടെ ആൾക്കാർ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നുള്ള കാര്യം നിനക്കറിയാലോ. അതുകൊണ്ട് ഞാനും അങ്കിളും പോയി ആ മുയലിനെ അന്വേഷിക്കാം. പക്ഷെ ജാക്കി, റൂമിൽ തന്നെ ഇരുന്ന് എനിക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ നിനക്കൊരു പ്രധാനപ്പെട്ട ജോലി തരാൻ പോവുകയാണ്. ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയി നീ നിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്യ്. നല്ല ജോലി തന്നത്. ജാക്കി എന്തിനെ എപ്പോഴും മനസ്സിലാക്കാത്തത്? മാതൃശക്തി ഇല്ലാതെ കണ്ടുപിടിക്കുന്ന ഒരാളും ഞാൻ മാത്രമേ ഉള്ളൂ.